ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പൊതു തെരഞ്ഞെടുപ്പിൽ ചോർന്നൊലിച്ചുപോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചുവരുമെന്ന് കരുതി പമ്പാ തീരത്ത് പന്തലൊരുക്കി UP മുഖ്യമന്ത്രിയുടെ പ്രശംസാപത്രവും വായിച്ച് വാ തുറന്നാൽ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയെ വിശ്വാസിയെന്ന് ആ വെള്ളാപ്പള്ളി വിളിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് അന്നേ രാഷ്ട്രീയ പഴി ഏറെ കേട്ടതാണ്. ഇപ്പോൾ ആ സംഗമത്തിന്റെ നടത്തിപ്പിലും അടിമുടി ക്രമക്കേടെന്ന രേഖാമൂലം പറയുന്നു സ്പെഷ്യൽ കമ്മീഷണർ. കൃത്യമായ കണക്കില്ല, ബില്ലില്ല, ഇവന്റ് മാനേജ്മെന്റിന് ടെൻഡറില്ല, അതിഥികൾക്ക് നൽകിയ അപ്പത്തിനും അരവണയ്ക്കും കണക്കില്ല. അങ്ങനെ നീളുന്നു കോടതിക്ക് മുന്നിലുള്ള റിപ്പോർട്ട്. ജനുവരി മാസം 28-ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ചതാണ് ദേവസ്വം ബോർഡ് പണം നൽകിയോ എന്ന്. അന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു തന്ന പണമെല്ലാം തിരിച്ചടച്ചുവെന്ന്. എന്നാൽ സ്പെഷ്യൽ കമ്മീഷണർ ഇന്ന് പറയുന്നു ആ പണം തിരിച്ചടച്ചിട്ടേയില്ല എന്ന്. അയ്യപ്പന്റെ സ്വത്തടിച്ചുകൊണ്ടുപോയവർ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് അയ്യപ്പന്റെ പേരിലെ പരിപാടിയിലെ വെട്ടിപ്പും വെളിപ്പെടുകയാണോ? വെട്ടിപ്പ് സംഗമമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും M. പ്രകാശൻ, അഡ്വക്കേറ്റ് VR അനൂപ് കോൺഗ്രസിൽ നിന്നും, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ VHP പ്രതിനിധി, TK രാജഗോപാൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ M. പ്രകാശൻ, ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഇങ്ങനെയൊരു പരിപാടി തുടങ്ങാനുള്ള തീരുമാനം വന്നപ്പോഴേ കോടതിയിൽ പല ഹർജികളായി പോയി. 7 ഹർജികളെങ്കിലും പോയിട്ടുണ്ട്. ആ ഹർജികൾ വന്ന സമയത്ത് കോടതി ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇത് സർക്കാരിന്റെ പണം കൊണ്ടാണോ, ദേവസ്വം ബോർഡിന്റെ പണം കൊണ്ടാണോ? അല്ല, സ്പോൺസർഷിപ്പ് വഴിയാണ് പണം കണ്ടെത്തുക എന്ന് സർക്കാർ ഉറപ്പ് കൊടുത്തു. പക്ഷെ ആ ഉപാധികൾ ലംഘിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടി നടത്താൻ കോടതി അനുമതി നൽകിയത്. അപ്പോൾ കോടതിയെ പറ്റിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊരു പരിപാടി നടത്തിയത്? ശ്രീ M. പ്രകാശൻ, ഇന്ന് രാജ്യമാകെ തൊഴിലാളികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായി ഒരു വലിയ സമരം നടക്കുന്ന ഈ ദിവസം അതായിരിക്കും താങ്കളുടെ മാധ്യമം ചർച്ച ചെയ്യുക എന്നാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ നിങ്ങൾക്ക് അത് വാർത്തയാവില്ല. കാരണം BJPക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ആ വാർത്തയിൽ, ആ ചർച്ചയിൽ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടുക. ഇന്നിപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം അത് വെട്ടിപ്പ് സംഗമമോ എന്നുള്ള വിഷയമാണ്. യഥാർത്ഥത്തിൽ അയ്യപ്പ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് ഒരു പുതിയ വഴി വെട്ടിത്തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് വലിയ നിലക്കുള്ള അഴിമതി നടന്നിരിക്കുന്നുവെന്നും മുഴുവൻ പൈസയും സ്പോൺസറായി വാങ്ങിച്ച അത്തരമൊരു കൊടിമരത്തിൻ്റെ മാറ്റം 27 പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ യാതൊരു കണക്കുമില്ലാതെ പിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഗൗരവമായ വിഷയമാണ് യഥാർത്ഥത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ആ വിഷയത്തിൻ്റെ പ്രാധാന്യം കുറക്കാനും ആ വിഷയത്തിലേക്ക് ചർച്ച തിരിയാതിരിക്കാനും വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു വിഷയത്തിലെ കണക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്നലെയും ഇന്നുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ പത്രക്കാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. 4 കോടി റുപ്യ ഇതുവരെ അതിനുവേണ്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കണക്കുകൾ സെറ്റിൽ ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഓഡിറ്റ് നടത്തിയിട്ടില്ല. ഓഡിറ്റ് നടത്തി ആ കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ എന്തോ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാക്കിയിട്ട് വ്യാഖ്യാനിച്ച് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചമക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വരുന്ന ദിവസത്തേക്ക് ആ കേസ് വെച്ചിട്ടുണ്ട്, 10 ദിവസം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന് എന്താണ് പറയാനുള്ളത് എന്ന കാര്യം ദേവസ്വം ബോർഡ് പറയുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞു പോരെ ഈ ആക്ഷേപങ്ങളെല്ലാം ഉന്നയിക്കപ്പെട്ട ഈ ആക്ഷേപങ്ങൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് വ്യക്തമാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. കാരണം കോടതി ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരണം കോടതി പറഞ്ഞ കാര്യങ്ങളാണ് കോടതി പറഞ്ഞ കാര്യങ്ങളും കോടതി ചോദിച്ച കാര്യങ്ങളും കോടതി ചോദിച്ചിരിക്കുന്ന വിശദീകരണമാണ് എന്റെ ചോദ്യങ്ങൾ. കോടതിയിലേക്ക് ഈ സ്പെഷ്യൽ കമ്മീഷണർ വെറുതെ അങ്ങ് പോവുകയല്ലോ. ഈ പരിപാടി നടത്തി 45 ദിവസങ്ങൾക്കകം കണക്കുകൾ ബോധിപ്പിക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത്. 45 ദിവസം കഴിഞ്ഞു, 50 ദിവസം കഴിഞ്ഞു, 100 ദിവസം കഴിഞ്ഞു. അവസാനം കോടതി ചോദിച്ചു എവിടെ റിപ്പോർട്ട് എന്ന് ചോദിച്ചു.
അപ്പോൾ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് കോടതി കടക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ചോദിച്ച് അങ്ങനെ 144-ാം ദിവസമാണ് ഈ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുമായി സ്പെഷ്യൽ കമ്മീഷണർ പോകുന്നത് അല്ലേ? സ്പെഷ്യൽ കമ്മീഷണർ വേറിട്ട സംവിധാനമായി അവിടെ പ്രവർത്തിക്കുകയല്ലോ, ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറാണ്. ദേവസ്വം ബോർഡ് നൽകിയ വിവരങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണോ കോടതി പറഞ്ഞത്, കോടതി ചില ഉപാധികളോടുകൂടിയാണ് ഈ പരിപാടി നടത്താൻ പറഞ്ഞത്. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണം, ജനങ്ങളുടെ പണം എടുത്ത് ഈ പരിപാടി നടത്തരുത് എന്ന് വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞിരുന്നതാണ്. 75-ാം വാർഷികമോ പ്ലാറ്റിനമോ എന്തെങ്കിലും ആകട്ടെ, അത് സർക്കാർ ആദ്യം പറഞ്ഞിരുന്ന വിസ്തീകരണമാണ്. ഇതൊക്കെ കോടതിയോടും പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞതാണ് പണം സ്പോൺസർഷിപ്പിലൂടെ ആയിരിക്കണം, ദേവസ്വം ബോർഡിന്റെ പണം എടുക്കരുത്. എന്നിട്ട് എന്താണ് ചെയ്തത്? ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് തുക ചെലവാക്കിയത്. ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, ആ തുക കിട്ടിയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വരവും ചെലവും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് പാളിച്ചകൾ പറ്റിയത് എന്നുകൂടി കോടതി ഇപ്പോൾ കണ്ടെത്തുകയാണ്. ഇതിൽ ഇനി വിശദീകരണം നൽകേണ്ടതുണ്ട്. കൃത്യമായ വിവരം അടുത്ത ദിവസം നൽകണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ഈ വിമർശനങ്ങളല്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? എല്ലാ സ്മൃതി, ഇവിടെ ഇപ്പോൾ ഈ ആഴ്ച കോടതി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഏറ്റവും വലിയ ഉത്തരവ് എന്താ? അത് കൊടിമരവുമായി ബന്ധപ്പെട്ട വിജിലൻസ് എൻക്വയറിയാണ്. പ്രയാർ ഗോപാലകൃഷ്ണനും അജിത്ത് തറയിലും ഉൾപ്പെട്ടിരിക്കുന്ന കോടികളുടെ അഴിമതി സംബന്ധിച്ചുള്ള വിജിലൻസ് എൻക്വയറിയാണ് ഈ ആഴ്ചത്തെ ശബരിമലയിലെ പ്രധാനപ്പെട്ട വിഷയം. അതല്ലാതെ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടല്ല. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് 5 കോടി ഉറുപ്പിക ചിലപ്പോൾ 75-ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി നടത്താൻ ബോർഡ് തന്നെ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് നടത്തുന്നു. അന്യായമായ കാര്യമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും കോടതി ചോദിച്ചിട്ടുണ്ട്. കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ആ പരിപാടി നടത്തിയത് അല്ലേ? നോക്കൂ, ദേവസ്വം ബോർഡ് മാത്രമല്ലല്ലോ, നമുക്ക് ഇതിൽ മന്ത്രി VN വാസവൻ നടത്തിയ പ്രതികരണങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ടല്ലോ. പറയൂ, എന്താണാവോ ഞാൻ പറയുന്നത്? ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ കോടികളുടെ സ്വർണം കട്ടു എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ മേലെ വിജിലൻസ് എൻക്വയറിയാണ്. എൻക്വയറിയോടെ ചില ഹെഡ്ലൈൻസ് നിശ്ചയിക്കുന്നുണ്ട്. അങ്ങ് നിശ്ചയിച്ച ഹെഡ്ലൈൻസ് ഇവിടെ വാർത്തയായി പോയിട്ടുണ്ട്. അങ്ങ് പറയുന്ന ഇന്നത്തെ പൊതുപണിമുടക്ക് അല്ല, പറയട്ടെ, അല്ല, അങ്ങ് പറഞ്ഞു അങ്ങയുടെ ബോധ്യത്തിൽ തോന്നിയ കാര്യം ഒന്നാമത്തെ തലക്കെട്ടാണെന്നേ ചർച്ച ചെയ്യുന്നത്. അങ്ങീ പറയുന്ന കൊടിമരം നമ്മൾ ചർച്ച ചെയ്ത് നോക്കൂ, ശ്രീ പ്രകാശൻ കേൾക്കൂ, കൊടിമരം 2 ദിവസം 3 ദിവസമൊക്കെ കൊടിമരം ചർച്ച ചെയ്തുന്നേ. ഇനി ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ കൂടി പറയുന്നേ, പറയേണ്ടവർ പറയണ്ടേ? ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യം പറയണ്ടേ? കോടതിയെ പറ്റിച്ചോ? അല്ല, കോടതി ഇക്കാര്യം അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ മേലെയുള്ള സംശയങ്ങൾ കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ തീർച്ചയായിട്ടും ആ കാര്യം പറയല്ലോ. ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദപ്പെട്ടവർ ആ കാര്യം സംബന്ധിച്ച് പ്രാഥമികമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഒന്ന്, ദേവസ്വം ബോർഡ് ഇതുവരെ അതിന്റെ മേലെ ഓഡിറ്റ് നടത്തിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ദേവസ്വം അത് കോടതി തീരുമാനിക്കും. അത് തീരുമാനിച്ചു. കോടതി 45 ദിവസത്തിനകം ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് നൽകണം പറഞ്ഞതാണ്. കോടതി അലക്ഷ്യമാണെന്ന് പറയേണ്ടത് സ്മൃതിയല്ലെന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് കോടതി അലക്ഷ്യമാണെന്ന് പറയേണ്ടത് സ്മൃതിയല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കോടതി പറയല്ലോ. സമയപരിധി കഴിഞ്ഞപ്പോൾ കോടതി ചോദിച്ചു എവിടെ കണക്ക് എന്ന് ചോദിച്ചപ്പോൾ സമയം തേടി പറയുന്നു ഞങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇതാ കണക്കുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടെ സമയം തരൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ചുകൂടെ സമയം തരൂ എന്ന് പറഞ്ഞ ശേഷം കൊടുത്ത കണക്കാണ് തന്നെ. ദേവസ്വം ബോർഡിന്റെ പൈസ എടുത്തു, ജനത്തിന്റെ പൈസ എടുത്ത് സർക്കാർ പരിപാടി നടത്തി, രാഷ്ട്രീയ പരിപാടി നടത്തി. ഇതാണ് വിമർശനം. ഇതായിരുന്നു പരിപാടിക്കെതിരെ പോന്ന ഹർജികളുടെ വിമർശനം. അതിൽ നിങ്ങളുടെ വ്യാഖ്യാനവും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ LDF ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിനെ പർവ്വതീകരിക്കലാണല്ലോ സ്മൃതിയുടെ ഉത്തരവാദിത്തം. ഞാൻ പറയട്ടെ, അതേ ഹൈക്കോടതിയാണ് വിജിലൻസ് എൻക്വയറി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കതിൽ വാർത്തയല്ല. ഞാൻ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്താനിടയാ ഗവൺമെന്റ് നടത്തിയല്ല, നടത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് പറഞ്ഞെന്താ? ദേവസ്വം ബോർഡ് പറഞ്ഞത് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് ഇന്ന് ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പന്മാർ വരുന്നുണ്ട്. അവർക്ക് അവരുടെ സൗകര്യങ്ങളുടെ വിഷയമുണ്ട്.
അയ്യപ്പന്റെ പിന്നെ കേന്ദ്രം കുറെ കൂടി വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പിന്നെ പദ്ധതിയുണ്ട്. ഈ പദ്ധതിയെ സംബന്ധിച്ച് സംസാരിക്കാനും വിശദീകരിക്കാനും അവരുടെ സഹായം തേടാനുമാണ് ഈ സംഗമം. അത് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് നടത്തിയ ഒന്നല്ല അത്. പക്ഷെ നിങ്ങൾ പറഞ്ഞെന്താ ഗവൺമെന്റ് ആണ് നടത്തിയത്, ഗവൺമെന്റ് അല്ല നടത്തിയത്. അതുപോലെ നിങ്ങളെന്ന് പറഞ്ഞൊരു കളവെന്താ, നിങ്ങൾ പറഞ്ഞു അതിനകത്ത് ആളെ ഉണ്ടായി, നിങ്ങൾ ഫോട്ടോ ഒക്കെ കാണിച്ചല്ലോ, അതിനകത്ത് പങ്കെടുത്ത ആളുകളുടെ എണ്ണം കൃത്യമായ നിലക്ക് വന്നല്ലോ. അത് 10-15 ഒഴിഞ്ഞ കസേരകളാണ് നമ്മൾ കണ്ടത്. 4000 പങ്കെടുത്തു. 4000 പേരെന്ന് പറഞ്ഞ് സദ്യക്ക് കൊണ്ടുവന്ന ഭക്ഷണം കുഴിച്ചുകൂടി കുഴിയിട്ട് മൂടേണ്ടി വന്നു ഭക്ഷണം. സ്മൃതി അതിനാണ് ഒരു വാക്ക്, ദോഷൈകതിർക്ക്. മലയാളത്തിലെ വാക്ക് അതിനാണ് ദോഷം. അപ്പോ ഒരു പൊതുയോഗം, 1,00,000 ആളുകളുടെ പൊതുയോഗം അവസാനം പിരിയാൻ വേണ്ടി പോകുമ്പോൾ അതിനകത്ത് 100 ആളേ ഉള്ളൂ. ഈ 100 ആളുടെ ഫോട്ടോ എടുത്തിട്ടും കൊടുക്കാം. അതായത് അത് ദോഷൈകതിർക്കാണ്. ആ പദ്ധതിക്കകത്ത് പങ്കെടുത്ത ആളുകളുടെ എണ്ണം കൃത്യമായി ദേവസ്വം ബോർഡ് പിന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്, 4000-ലേറെ. ഓരോ സ്റ്റേറ്റിലുമുള്ള എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ചായ കുടിക്കാനായിട്ട് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ആൾ വരുമോ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആൾ വരുമോ? നിങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് അതിന് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് വസ്തുതയായിരിക്കണം ഞാൻ പറയുന്നത്. ടെൻഡർ ഇല്ലാതെ കരാർ നൽകി, ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ കരാർ നൽകി, പിന്നീട് അവർ ഉപകരാർ നൽകി. ഇതിലൊക്കെ തന്നെയും വലിയ തോതിൽ ക്രമക്കേട് നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊക്കെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ പലതവണ ദേവസ്വം ബോർഡ് ഇതിൽ സമയം തേടുകയാണ് ചെയ്തത്. കോടതി അലക്ഷ്യ നടപടിയിലേക്ക് കടക്കുമെന്നായപ്പോഴാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ശ്രീ പ്രകാശൻ, അതെല്ലാം നേരിടാനുള്ള കരുത്ത് ദേവസ്വം ബോർഡിനുണ്ടെന്ന്. പിന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇന്ന് അക്രഡിറ്റേഷൻ ഉള്ള സൊസൈറ്റിയാണത്. ഇപ്പോ പിന്നെ നിങ്ങൾ അവർക്ക് ടെൻഡർ കൊടുക്കുന്നതിന് വേണ്ടി വ്യവസ്ഥയുണ്ടെന്നുള്ളത് അക്രഡിറ്റഡ് സൊസൈറ്റി. ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് അക്രഡിറ്റഡ് സൊസൈറ്റി എന്ന സംവിധാനം അറിയോ? പറയൂ. ഗവൺമെന്റ് അക്രഡിറ്റേഷൻ കൊടുത്ത ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിന് കോമ്പറ്റേറ്റീവ് ടെൻഡർ ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അക്രഡിറ്റഡ് സൊസൈറ്റിക്ക് അല്ലല്ലോ, PW റേറ്റ് ആണല്ലോ. അക്രഡിറ്റഡ് സൊസൈറ്റി ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന വർക്ക് PW റേറ്റ് ആണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. PW ഇത്തരം കാര്യങ്ങൾ 10% അധിക തുകയ്ക്ക് നൽകി. നോക്കിതൊക്കെ ഞാൻ ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് കേട്ടോ വായിക്കുന്നത്. 10% അധിക തുകയ്ക്ക് നൽകി എന്നുള്ളതാണ്. 10% അധിക തുകയ്ക്ക് നൽകുക മാത്രമല്ല, ഈ പറയുന്ന താങ്കൾ പറയുന്ന അക്രഡിറ്റഡ് ആയ ഊരാളുകൾ സൊസൈറ്റി മറ്റൊരു ഉപകരാർ നൽകുകയാണ്. എല്ലാ സ്മൃതി ഒറ്റ കാര്യത്തിലൂടെ നിങ്ങൾ മറുപടി പറയാം. ആ റിപ്പോർട്ട് ആരുടേതാ? ദേവസ്വം ബോർഡിനാണോ? ആണോ? പറയൂ, നിങ്ങൾ പറയൂ. നിങ്ങൾ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ആരാണ്? ആരുടേതാണ് റിപ്പോർട്ട്? സ്പെഷ്യൽ കമ്മീഷണർ ആരാണ്? അത് സ്പെഷ്യൽ കമ്മീഷനെ പറ്റി വേറെ ആക്ഷേപമുണ്ടല്ലോ. എന്താണ് സ്പെഷ്യൽ കമ്മീഷണർ പൈസ? ഇപ്പോ സ്പെഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചല്ലേ നേരത്തെ സ്വർണം വാങ്ങിയിട്ട് അതിന് റെസീറ്റ് ഇല്ല എന്നുള്ള പിന്നെ കാര്യം സംബന്ധിച്ച് നേരത്തെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. മറ്റൊരു സ്പെഷ്യൽ കമ്മീഷണർ നിങ്ങൾ അത് കണ്ടിട്ടില്ലേ? അത് വേറെ സ്പെഷ്യൽ കമ്മീഷനാണ്. ശരി. അപ്പൊ ഈ സംവിധാനങ്ങളൊക്കെ ക്രമക്കേടാണ്. ദേവസ്വം ബോർഡ് മാത്രമാണ്. ദേവസ്വം ബോർഡിന് കുഴപ്പമില്ല. ദേവസ്വം ബോർഡാണ് ചെയ്യുന്നത്. സർക്കാരിന് കുഴപ്പമില്ല, സർക്കാരിന് പങ്കില്ല. ഞാൻ പറഞ്ഞ സർക്കാരിന് ഇതുമായിട്ട് ബന്ധമില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം സർക്കാർ നടത്തിയതല്ലത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. വി എൻ വാസവൻ പരിപാടി നടത്തുന്ന സമയത്ത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പരിപാടി നടത്തുന്ന സമയത്ത് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. 75-ാം വാർഷികം ആഘോഷിക്കുന്നു. 75-ാം വാർഷികം ആഘോഷിക്കുന്നു. ശബരിമലയിൽ ജീവനക്കാരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയുള്ള സംവിധാനം വേണം. അതോടൊപ്പം തന്നെ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടണം, അഭിപ്രായങ്ങൾ തേടണം. അപ്പോൾ അതിലേക്ക് പ്രമുഖരെയൊക്കെ ക്ഷണിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു വലിയ പരിപാടി എന്ന് പറയുന്നത് സർക്കാർ എന്തിനാ പറയാൻ നിൽക്കുന്നത്? ദേവസ്വം ബോർഡിന് വിട്ടാ പോരെ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്ഥാപന. കോൺഗ്രസിനെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ബോർഡല്ലേ, അതിന് നയം തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ലേ? പക്ഷെ നടത്തിയിരിക്കുന്നത് ഗവൺമെന്റ്. നിങ്ങൾ ഈ കാര്യങ്ങളെ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല പറയുന്നത്. ഗവൺമെന്റ് നടത്തുന്നതൊന്നും അത് കൃത്യമായി നിങ്ങളെ കൊണ്ടാണല്ലോ. നിങ്ങൾ 2 കൊല്ലക്കാലം സ്ഥിരമായിട്ട് ഈ പറയുന്ന പിന്നെ ബിരിയാണി ചെമ്പും അതുപോലെ പിന്നെ കൈതോലപ്പായും അതുപോലെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നപ്പോൾ എന്തിനെങ്ങനെ സമയം കളയുന്നത്? ശബരിമലയിലെ ഒരു തരി സ്വർണം പോയാൽ പോലും രക്ഷപ്പെടരുത് എന്ന് നിങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ഈ പറയുന്ന മറ്റൊരു കൊള്ളയുടെ വിവരങ്ങൾ, നിങ്ങൾ നടത്തിയ പരിപാടിയുടെ കൊള്ളയുടെ വിവരങ്ങൾ വരുന്നത് അല്ലേ? ഇന്നലെയും പറഞ്ഞല്ലോ, ഗോവിന്ദ മാഷ് ഇന്നലെയും പറഞ്ഞു, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ കേരള മുഖ്യമന്ത്രിയും ഇന്നലെയും പറഞ്ഞു, ഞങ്ങളുടെ നിലപാട് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ആള് രക്ഷപ്പെടരുത്.
അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. ശരി, എന്താ പാർട്ടിക്ക് എന്താ പ്രശ്നം? അവര് പാർട്ടിയിലുണ്ടാവുന്നു, പാർട്ടിക്ക് പ്രശ്നമല്ല പറഞ്ഞത്. നിങ്ങൾക്ക് അല്ല, അതാ പറഞ്ഞത്. ആ കൃത്യത്തിനകത്ത് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ ഈ പാർട്ടിയില്ല. അത് ധൈര്യത്തോടെ പറയട്ടെ. നിങ്ങൾ കോൺഗ്രസോട് ചോദിക്ക്. അജയ് തരേൽ ഈ കുറ്റത്തിൽ കുറ്റക്കാരനാണ്, അല്ല അടൂർ പ്രകാശ് കുറ്റക്കാരനാണ്, അതുപോലെ സോണിയാഗാന്ധി കുറ്റക്കാരിയാണ് എന്ന് പറഞ്ഞാൽ അവർ കണ്ടെത്തിയിട്ടില്ല പ്രതികളായിട്ട്. ആവട്ടെ, അങ്ങനെ ചർച്ച ചെയ്യാം. അവരെ ആരും SIT ഇപ്പൊ ജയിലിലേക്ക് എത്തിച്ചിട്ടില്ലെന്നേ. SIT എത്തിക്കട്ടെ. അല്ലെ ജയിലില് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? നമ്മൾ കുറെ പറഞ്ഞ കാര്യമല്ലേ. നമുക്കിപ്പോ ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് വരാം. ദയവ് ചെയ്ത് എന്താ നമുക്കിപ്പോ തൽക്കാലം ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് വരാം. അഡ്വക്കേറ്റ് VR അനൂപ്, ഓഡിറ്റ് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണറുടേതാണ്. സ്പെഷ്യൽ കമ്മീഷണറും ദേവസ്വം ബോർഡും തമ്മിൽ ബന്ധമില്ല. ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പരിപാടികളിൽ ബന്ധമില്ല. ജനങ്ങൾക്ക് വ്യക്തമാകുന്ന വളരെ കൃത്യമായ മറുപടിയാണോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ഈ ചർച്ച എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 4 പ്രതിനിധികളുണ്ട്. ഒരാൾക്ക് വിഭജിച്ചാൽ 15 മിനിറ്റ് കിട്ടും. CPMന്റെ പ്രതിനിധി ഇപ്പോൾ 16 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ മതിയായ സമയം അതനുസരിച്ച് എനിക്കെന്തായാലും വേണം. മറ്റുള്ള പ്രതിനിധികളുടെ കാര്യം അവരാണ് പറയേണ്ടത്. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഇവരെന്താ പറഞ്ഞത്? ആഗോള തലത്തിൽ അയ്യപ്പനെ അവതരിപ്പിക്കാനാണല്ലോ അതിന്റെ ഉദ്ദേശ ലക്ഷ്യമായി പറഞ്ഞത്. സ്മൃതി, നമുക്കറിയാം ഇപ്പൊ അയ്യപ്പനെ പോലൊരാൾക്ക് ആഗോള ബ്രാൻഡിങ്ങിന്റെ ആവശ്യമുണ്ടോ? എത്രയോ കാലമായി അയ്യപ്പൻ എവിടെയുണ്ട്, അയ്യപ്പ വിശ്വാസമുണ്ട്. ഏതെങ്കിലും പത്രത്തിൽ പരസ്യം കൊടുത്തോ അല്ലെങ്കിൽ ചാനലിൽ പരസ്യം കൊടുത്തോ എവിടെയെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് പരിപാടികൾ സംഘടിപ്പിച്ചോ ആണോ ആളുകൾ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ശബരിമലയിലേക്ക് വരുന്നത്? ഇത് അയ്യപ്പനെ ബ്രാൻഡ് ചെയ്യാനല്ലെന്നേ. ഇത് അയ്യപ്പന് വേണ്ടിയുള്ള PR എക്സസൈസ് അല്ല. പിണറായി വിജയന് വേണ്ടിയുള്ള ഒരു PR മാമാങ്കമാണ് ഇവിടെ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്നത്. നമ്മൾ കണ്ടതല്ല അതിന്റെ പരസ്യ ഫ്ലക്സ് ബോർഡുകൾ. അയ്യപ്പന്റെ വളരെ ചെറിയൊരു ചിത്രം, അപ്പുറത്ത് പിണറായി വിജയന്റെ വലിയ ചിത്രം, ഭീമാകാരമായ ചിത്രം. അപ്പോ ഈ അയ്യപ്പ വിശ്വാസം, അയ്യപ്പ വിശ്വാസികൾ, ഇവരുടെയൊക്കെ സംരക്ഷകൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്തോ ദൈവതുല്യമായ അവതാരമാണെന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത്. ഇവരുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് പറഞ്ഞത് എന്താ? പിണറായി വിജയനെ ദൈവമായി കാണുന്ന ആളുകളുണ്ടെന്നാ. അപ്പോ അയ്യപ്പനേക്കാൾ വലിയ ദൈവാവതരണമായി പിണറായി വിജയനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയ PR എക്സസൈസിന് നടന്നത്. അയ്യപ്പന്റെ ചെറിയ ചിത്രവും പിണറായി വിജയന്റെ വലിയ ചിത്രവും വെച്ച് നടത്തിയ പരിപാടിയുടെ ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണ് സ്മൃതി? ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പ വിശ്വാസികളെ അഡ്രസ് ചെയ്യാനൊരു അവസരം ആദ്യമായി യോഗി ആദിത്യനാഥിന് ലഭിച്ചു. UPയുടെ മുഖ്യമന്ത്രി ഈ പറയുന്ന വർഗീയ പ്രചരണങ്ങൾക്ക് കുപ്രസിദ്ധനായ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം, ശബ്ദം ആ സന്നിധാനത്തിൽ ആദ്യമായി മുഴങ്ങുന്നതിന് പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിയ ഈ മാമാങ്കം കാരണമായി. അതിൽ കൂടുതൽ നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചു, അതേ വേദിയിൽ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തെ കുറിച്ച് അധികം വിശേഷണങ്ങൾക്കൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ വിസ്താര ഭയം കൊണ്ട് മുതിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ ആ വേദിയിൽ വെച്ച് പിണറായി വിജയനെ വിശ്വാസിയായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു വിശ്വാസിയായ പിണറായി വിജയന്റെ ഒരു പുതിയ അവതാര പ്രഖ്യാപനമാണ് അവിടെ നടന്നത്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വിശ്വാസി എന്ന് വിളിപ്പിച്ചു. ഒരു ഹിന്ദുത്വ ധ്രുവീകരണത്തിനാണെന്ന് പിണറായി വിജയന്റെ സർക്കാർ ശ്രമിച്ചത്. ഇതിനകത്ത് ഇതിന്റെ മോട്ടീവ് തന്നെ കറപ്റ്റഡ് ആണ്, പൊളിറ്റിക്കലി കറപ്റ്റഡ് ആണ്. ഇപ്പൊ ഫിനാൻഷ്യലി സാമ്പത്തികമായ അഴിമതി ഇതിൽ വന്നിരിക്കുകയാണ്. കോടതിയിൽ കൊടുത്തിട്ടുള്ള ഉറപ്പെന്താ? 1 രൂപ പോലും ചെലവഴിക്കില്ല. ഇപ്പൊ ഇവരോട് കോടികളുടെ കണക്കൊക്കെ പറയുന്നുണ്ട്. 600 ചില്ലാനം പേർക്ക് നടത്തിയ ഒരു പരിപാടി. പ്രകാശ് മാസ്റ്റർ ഒരു പാർട്ടി സംഘാടന രംഗത്തുള്ള ആളാണല്ലോ. 600 പേർക്ക് വേണ്ടി ഒരു പരിപാടി നടത്തിയാൽ, നമ്മുടെ നാട്ടിൻപുറത്തൊരു സാധാരണ കല്യാണം വിളിച്ചാൽ ഒരു മിഡിൽ ക്ലാസ് കല്യാണത്തിന് 600 പേരോളം വിളിക്കും. ഇത് എന്തിനാണ് കോടികളുടെ ചെലവ്? എന്തിനു വേണ്ടിയാണ് ഈ പണം ചെലവാക്കിയതെന്നേ? അപ്പോ അരവണയും കൊടുത്തിട്ടാണോ? ഇവർക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടാണോ? എങ്ങനെ കൂട്ടിയും കിഴിച്ചു നോക്കിയാൽ ആ എമൗണ്ടിലേക്ക് അങ്ങനെ ടാലി ആവുന്നില്ലെന്നേ. ഈ പറയുന്ന പൈസ എന്ന് പറയുന്നത് അയ്യപ്പന്റെ പണം അടിച്ചു മാറ്റി ഇവരുടെ ഉദ്ദേശം ശുദ്ധി എന്ന് പറയുന്നത് വളരെ കറപ്റ്റഡ് ആണ്. ഈ സാമ്പത്തികമായും വലിയ കറപ്ഷൻ നടന്നിരിക്കുക. ഇതൊരു പുതിയ കാര്യമല്ല. അയ്യപ്പനെ കേന്ദ്രീകരിച്ച് പുതിയൊരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. ഇത് വിശ്വാസത്തെ വാണിജ്യവൽക്കരിക്കാനുള്ള വലിയ പരിശ്രമമാണ്. നമ്മൾ അയ്യപ്പ വിശ്വാസം, അയ്യപ്പൻ വിശ്വാസികൾ അഡ്രസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അയ്യപ്പ സന്നിധാനത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത് എന്താ?
ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് പോലും കാൽനടയായി വരുന്ന കൂലിവേലക്കാരടക്കം ഉൾക്കൊള്ളുന്നതല്ലേ വിശ്വാസികൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ വിശ്വാസികളായി ഇവർ വിളിച്ചു വരുത്തിയ ആളുകളാരാ? വിശ്വാസികളായി കുറച്ച് വിശ്വാസി പ്രമുഖരെ വിളിച്ചു വരുത്തി. വിശ്വാസി പ്രമുഖർ എന്ന വാക്ക് ഇവർ സംഭാവന ചെയ്തു. ഇപ്പൊ നമുക്ക് പണ്ട് പിണറായി വിജയൻ നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ട് പൗരപ്രമുഖൻ, അതുവരെ മലയാള ഭാഷയിൽ പൗരനേ ഉള്ളൂ, സിറ്റിസൺ, പൗരൻ. അതിനു പകരം പൗരപ്രമുഖൻ എന്ന പദം ഉണ്ടായെങ്കിൽ ഇവിടെ വിശ്വാസിയുടെ സ്ഥാനത്ത് ഒരു വിശ്വാസി പ്രമുഖനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ കുറച്ച് ഇവർക്ക് താല്പര്യമുള്ള പണക്കാരെ, അതിസമ്പന്നരെയൊക്കെ വിളിച്ചു വരുത്തി അവിടെ സൽക്കരിച്ചു എന്നതിൽ കൂടുതലായി എന്ത് പദ്ധതി നിർവഹണമാണ് നടന്നത്? ഇപ്പൊ അയ്യപ്പ സന്നിധാനത്ത് വിപുലീകരിക്കാൻ, അതിന്റെ ശാശ്വതമായ വികസനത്തെക്കുറിച്ച് എന്ത് ചർച്ചകളാണ് നടന്നത്? ഞാൻ കഴിഞ്ഞ ദിവസവും വേറൊരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അയ്യപ്പ സംഗമം കൊണ്ട് ഉണ്ടായ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു പരിശോധിച്ചിട്ട് പറയാൻ, ഞാൻ അടുത്ത മിനിറ്റിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞിട്ട് ആ ചർച്ച കഴിയുന്നവരെ പറഞ്ഞിട്ടില്ല. ഈ അയ്യപ്പ സംഗമം കൊണ്ട് ഉണ്ടായ ഗുണം എന്താ? എന്തൊക്കെ വിഷയത്തിലാണ് ചർച്ച നടന്നത്? ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഗുണം ഉണ്ടായത് രണ്ടുപേർക്കാ, ഒന്ന് പിണറായി വിജയന്, ഒന്ന് യോഗി ആദിത്യനാഥിന്. പിണറായി വിജയനെ സംബന്ധിച്ച് അയ്യപ്പന്റെ ചെറിയ ചിത്രവും പിണറായി വിജയന്റെ വലിയ ചിത്രവും വെച്ച് വലിയ പരസ്യം നടന്നു. യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, യോഗി ആദിത്യനാഥ് UP-യിലെ മുഖ്യമന്ത്രിയാ, ഏറ്റവും കൂടുതൽ ഈ ഭക്തന്മാർ വരുന്നത് എവിടെ നിന്നാ? തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് വരും. ഇന്ന് വരെ UP-യിൽ നിന്ന് അങ്ങനെ സംഘടിതമായി ഭക്തന്മാർ വരുന്നൊരു സംസ്ഥാനമൊന്നുമല്ല. പക്ഷേ UP-യിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്താ? എന്തുകൊണ്ട് യോഗി ആദിത്യനാഥ്? പിണറായി വിജയൻ ഉത്തരം പറയണ്ടേ? വേറെ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സവിശേഷമായി, വ്യതിരക്തമായി, പ്രത്യേകമായി അയ്യപ്പ സന്നിധാനത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ യോഗി ആദിത്യനാഥിന്റെ യോഗ്യത എന്താ? മുസ്ലിം വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കണമെന്ന് പറഞ്ഞതാണോ? വാവർ സമേതനായി, വാവർ സുഹൃത്തായിട്ടുള്ള ഇതിന്റെ യോഗി ആദിത്യനാഥിന്റെ യോഗ്യത എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു വാദം, ഇവിടെ ദേവസ്വം ബോർഡ് അല്ല റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്, സ്പെഷ്യൽ കമ്മീഷണറാണ്. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അല്ലാതെ ഇത് തുടക്കം ഈ പറയുന്ന 6 കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞതിന് ഇവർക്ക് മറുപടി ഉണ്ടോ? ഇന്നലെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങളല്ലല്ലോ, ദേവസ്വം വകുപ്പല്ലല്ലോ, ദേവസ്വം ബോർഡല്ലേ നടത്തിയിരിക്കുന്നതെന്നാ. അദ്ദേഹം ദേവസ്വം ബോർഡിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. സ്മൃതിക്ക് അദ്ദേഹം പറഞ്ഞത് പരിശോധിച്ചാൽ അറിയാം. അദ്ദേഹം പറയുന്നത് ഞങ്ങളല്ല, ദേവസ്വം ബോർഡുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്നാ. ദേവസ്വം ബോർഡുമായി ബന്ധമില്ലെങ്കിൽ, ദേവസ്വം ബോർഡ് നിങ്ങളുടെ കുഞ്ഞല്ലെങ്കിൽ ഈ പ്രശാന്ത് എന്ന് പറയുന്നത് ആകാശത്ത് പൊട്ടി വീണ ആളാണോ? ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരെന്ന് പറയുന്നത് ആരാ? ഇതൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ലേ? ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് CPM-ന്റെ രാഷ്ട്രീയമായ നിയമനമാണെന്ന് ആർക്കറിയാത്തത്? പക്ഷേ ഇവിടുത്തെ മന്ത്രിക്ക് പോലും ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണെന്നേ. ഒറ്റ വാക്കിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്തിനു വേണ്ടി 6 കോടി 600 പേരുടെ പരിപാടി വെച്ച് എന്തിനു വേണ്ടി? ആദ്യം ഇപ്പൊ പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ ചെലവിനെ കുറിച്ച്, ചെലവും കണക്കും നമ്മൾ യോജിക്കുന്നില്ലെന്നേ. 3,40,00,000 ദേവസ്വം ബോർഡിലെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തത്. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫണ്ടായി ഉള്ള തുക എടുത്തിരിക്കുന്നു 3,40,00,000. അത് മാത്രമല്ല സ്മൃതി, ഈ ചർച്ചയെ ഒരു സാമ്പത്തികമായ അഴിമതി മാത്രമായി ചുരുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നേ. ഇതിനകത്ത് ഈ പറയുന്ന വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യങ്ങളുണ്ട്, പൊളിറ്റിക്കലി കറപ്റ്റഡ് ആണ്. ഇതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇതിന്റെ ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത് കറപ്റ്റഡ് ആണെന്നേ. അയ്യപ്പ സംഗമം എന്ന പേരിൽ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ഗുണപരമായി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെ പിണറായി വിജയന്റെ വ്യക്തിപരമായ ലക്ഷ്യവും CPM എന്ന പാർട്ടി കുറെ കാലമായി തുടരുന്ന വർഗീയ ധ്രുവീകരണത്തിനുള്ള പരിശ്രമങ്ങൾ നടത്തിയത്. അതിനുവേണ്ടിയാണ് വിശ്വാസികളെ, ഇവർ വിശ്വാസത്തിനൊക്കെ എതിരെ നിൽക്കുന്ന ആളുകളാണെന്നല്ല പറയുന്നത്. ഈ പറയുന്ന ആളുകൾ വിശ്വാസി, ഞങ്ങളാണ് ഇവിടെ ഹിന്ദുക്കളുടെ സംരക്ഷകർ, ഞങ്ങളാണ് വിശ്വാസത്തിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ ക്ഷണിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റി കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു, അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു. പിണറായി വിജയൻ എന്ന് പറയുന്നത് വലിയ വിശ്വാസിയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ വിശ്വാസിയാണ് പിണറായി വിജയൻ എന്ന് വെള്ളാപ്പള്ളി നടേശൻ സർട്ടിഫൈ ചെയ്ത് കൊടുത്തുന്നേ. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, തിരക്കഥ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഇത് വളരെ ആസൂത്രിതമായി അത് നടപ്പിലാക്കിയ ഒരു തിരക്കഥയാണ്. ഇതിനകത്ത് സാമ്പത്തിക താല്പര്യമുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട്, വർഗീയ താല്പര്യമുണ്ട്. ആര് പുറത്താലും ഇവരോട് അയ്യപ്പൻ പുറക്കില്ലെന്നേ. ആ അയ്യപ്പ സംഗമം തൊട്ട് തുടങ്ങിയ കഷ്ടകാലമാണ് പിണറായി വിജയന്. അതിനുശേഷം
നടന്ന ഇലക്ഷനിലടക്കം റിസൾട്ട് ഉണ്ടായില്ലേ? ശരി, ഏതായാലും കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം അത് പ്രധാനമാണ്. ഹൈക്കോടതിയുടെ വാക്കുകളെ വേദവാക്യമായി ചില കാര്യങ്ങളിൽ കാണുമ്പോൾ ഇതിലും ചില കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. ടി.കെ. രാജഗോപാൽ, സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കോടതി നേരത്തെ തന്നെ വന്ന ഹർജികൾ പരിഗണിച്ച ശേഷം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ചില ഉപാധികൾ മുന്നോട്ട് വച്ചിരുന്നു. അതൊക്കെ തന്നെ ലംഘിക്കപ്പെട്ടു എന്നതിന്റെ തെളിവല്ലേ ഈ റിപ്പോർട്ട്? തീർച്ചയായിട്ടും അതുതന്നെയാണ് റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള ആളാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ. അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത്. മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുക്കണം. അങ്ങനെയുള്ള വലിയ അധികാരത്തോടു കൂടി നിയമിച്ചിരിക്കുന്ന ആളാണ് അത്. ജഡ്ജിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളാണ്. അപ്പൊ അതിനെ നമ്മൾ വിശ്വസിക്കണം. തീർച്ചയായിട്ടും വിശ്വസിക്കണമല്ലോ. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പോകുന്ന റിപ്പോർട്ടുകളാണ്. എനിക്ക് തോന്നുന്നത് പ്രകാശൻ മാസ്റ്റർ അതിനകത്തില് സ്പെഷ്യൽ കമ്മീഷണറിന് പകരം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അതാണ് ഈ കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുമ്പോൾ അത്തരം ആ ഒരു വാക്ക് കയറി വരുന്നെന്ന് തോന്നുന്നു. അല്ല, അഭിഭാഷക കമ്മീഷനും നേരത്തെ കോടതി നിയോഗിച്ചതാണല്ലോ. പക്ഷെ കോടതിയെ പറ്റിച്ചൊന്ന് കോടതിക്ക് ബോധ്യമായ ശേഷം അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, കോർട്ട് ഓഫീസറാണ്. ഒരു അഭിഭാഷകൻ മാത്രമേ ആകുന്നുള്ളൂ. സ്പെഷ്യൽ കമ്മീഷണർ അങ്ങനെയല്ല. അദ്ദേഹം ജില്ലാ ജഡ്ജിയാണ്. ജില്ലാ ജഡ്ജിയുടെ പദവിയുള്ള ആളാണ് അവിടെ ഇരിക്കുന്നത്. വലിയ അധികാരമുള്ള ആളാണ്. ഇവിടെ ഈ സംഭവിച്ചേക്കുന്നത് പറഞ്ഞാല് ഇതിനകത്തില് ഒരു സ്വകാര്യ ഏജൻസിയാണ് ഇത് ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്വകാര്യ സ്ഥാപനമാണ്, തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനമാണ് ഈ കണക്കുകൾ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഓഡിറ്റ് ചെയ്ത ശേഷം ആ ഓഡിറ്റ് ചെയ്ത കണക്കാണ് സ്പെഷ്യൽ കമ്മീഷണർക്ക് വന്നിരിക്കുന്നത്. വന്ന ശേഷം അദ്ദേഹത്തിന്റെ നോട്ട്, അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേവസ്വം ബെഞ്ചിലേക്ക് ഇത് പോയിരിക്കുന്നത്. അത് പരിശോധിച്ചപ്പോഴാണ്, ആ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ചെറിയ പരാമർശങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിനകത്തിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം കോടതിയുടെ ഫൈനൽ റിപ്പോർട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തിൽ സൂചിപ്പിക്കുന്നത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മുമ്പ് സ്മൃതി കാണിച്ച ടൈറ്റിലിൽ തന്നെ അതിന്റെ ഒരു സൂചന വരുന്നുണ്ട്. അതെ, ഈ ടെൻഡർ നടപടി തൊട്ടുണ്ട്. ഈ ടെൻഡർ നടപടി, ഈ പണികൾ ഏൽപ്പിച്ചിരിക്കുന്ന ടെൻഡർ നടപടി തൊട്ടുണ്ട്. ഈ പറയുന്ന ഒരാളിങ്ങനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അക്രഡിറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ അക്രഡിറ്റഡ് ആക്കി ചില സംവിധാനങ്ങളെ മാത്രം നിലനിർത്തുകയും അവർക്ക് മാത്രം കരാറുകൾ നൽകുകയും അവർക്ക് ടെൻഡർ ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്ന രീതിയുമുണ്ട്. ഇതിന്റെയൊക്കെ മറവില് മുമ്പ് സ്മൃതി എഴുതി കാണിക്കുന്ന മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണോ എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ട് വരുന്നത്. ഇത് അതിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ ടെൻഡർ നടപടികളും തട്ടിപ്പുകളും മറ്റു കാര്യങ്ങളും ക്രമക്കേടുകളും ഒക്കെ വന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമാണത് പറയുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശബരിമലയുടെ ഈ കൊള്ള തുടങ്ങുന്നതിന്, ശബരിമല കൊള്ള പുറത്തു വരുന്നതിന് മുമ്പ്, അതിനേതാനും ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാള്, അപ്പൊ ഇയാൾ ആരാണെന്നുള്ളത് കേരള സമൂഹത്തിന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ആർക്കും അറിഞ്ഞുകൂടാത്തൊരവസരത്തില് അദ്ദേഹം ഒരു ദിവസം മാധ്യമങ്ങളോട് പറയുകയാണ്, ശബരിമലയിലെ ഈ താങ്ങുപീഠം, ദ്വാരപാലക ശില്പങ്ങളെ താങ്ങിയിരിക്കുന്ന താങ്ങുപീഠം കാണാനില്ല എന്നുള്ള ഒരു പ്രസ്താവന അവിടെ നിന്നാണ് വരുന്നത്. അപ്പോഴാണ് ഈ പോറ്റി ആരാണെന്നുള്ളത് എല്ലാവരും അന്വേഷിച്ചു വന്നപ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണർ കേസ് എടുത്തു. അദ്ദേഹം അന്വേഷിച്ചപ്പോഴാണ് ഈ കൊള്ള നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തായിരുന്നു ഉദ്ദേശം? അപ്പൊ അതിന് രാഷ്ട്രീയമായ ആരോപണം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി മനഃപൂർവ്വം പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളിലൊക്കെ ആരോപണം വന്നത്. അപ്പോൾ ഇവർക്കറിയാമായിരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരിക്കുന്നു എന്നുള്ള ആ ബന്ധങ്ങളൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. അതേ തുടർന്നുള്ള അന്വേഷണങ്ങളാണ്. അതാണ് പോറ്റി ആണ് കൃത്യമായിട്ട് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതുവരെയുള്ള സൂചനകളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ദ്വാരപാലകൾ കൊടുത്തു വിടാഞ്ഞതും അങ്ങനെയൊക്കെയുള്ള ചില വളരെ അടുപ്പത്തിൽ കഴിഞ്ഞ ആളുകളായിരുന്നല്ലോ. ഒന്നിച്ചുള്ള ഒരു തട്ടിപ്പായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്തിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി, ആ ബോർഡുമായിട്ട് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങി വന്നിരിക്കുന്നത്. ഈ സമയത്ത് സ്മൃതി ചോദിച്ചതുപോലെ ഇത് കോടതിയിലേക്ക് വന്ന സമയത്ത്, അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു, അതിന് കോടിക്കണക്കിന് രൂപ ചെലവുണ്ട്, അതിന് സർക്കാരിന്റെ ഫണ്ടോ ദേവസ്വം ബോർഡിന്റെ ഫണ്ടോ ഒന്നും വേണ്ട, എല്ലാം ഞങ്ങൾ സ്പോൺസർമാരിൽ കൂടെ ചെയ്തോളാം എന്നായിരുന്നു പ്രഖ്യാപനം. ആ സത്യവാങ്മൂലമാണ്, അതാണ് കോടതിയിൽ
വന്ന സമയത്ത് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ 1.5 മാസം, അതായത് 45 ദിവസത്തിനകം ഇതിന്റെ കണക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കണം. കോടതി സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നതുമാണ്. എല്ലാ ചെലവുകളും അപ്പോഴും പിന്നെ അവർ പറയുന്നുണ്ട്, പിന്നെ ദേവസ്വം ബോർഡ് കൊടുത്ത ഹർജിയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് കൊണ്ട് തന്നോളാം എന്നുള്ളത്. പക്ഷെ അത് സംഭവിച്ചില്ല. നമ്മൾ ചൂണ്ടിക്കാണിച്ച പോലെ 144, ഇന്ന് 145-ാമത്തെ ദിവസമാണ്. 144-ാമത്തെ ദിവസമാണ് ഈ പറയുന്ന ഓഡിറ്ററുടെ റിപ്പോർട്ട് കൊണ്ട് ചെല്ലുന്നത്. ഓഡിറ്ററുടെ റിപ്പോർട്ടിന്റെ പേരിലുള്ള സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ചെല്ലുന്നത്. അത് തന്നെ കോടതി ലക്ഷ്യമല്ലേ? അതിൽ തന്നെ 1-2 തവണ ഒരു വാണിംഗും കൊടുത്തിരുന്നു. ഇതുവരെ വന്നിട്ടില്ലല്ലോ, കോടതി ലക്ഷ്യ നടപടിയാണ് എടുക്കണോ എന്നൊക്കെയുള്ള വാണിംഗും വന്നിരുന്നു. ആ സമയത്താണ് ഇതുമായിട്ട് ചെല്ലുന്നത്. ഈ റിപ്പോർട്ടുകൾ കാണുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് നടന്നിരിക്കുന്ന വലിയ തട്ടിപ്പുകളെ കുറിച്ച് മനസ്സിലാകുന്നത്. ശുദ്ധമായി പറഞ്ഞാൽ അട്ടിമുട്ടി ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. അടിമുടി ക്രമക്കേടാണ് ഇപ്പൊ പറയുന്നത്. ഈ 8 ലക്ഷം ആണ് ഉദ്ദേശം എന്നാണ് പറയുന്നത്. പക്ഷെ 8 കടന്നു പോകുന്നാണ് പറയുന്നത്. 7.5 കോടി ചെലവായി എന്ന് പറയുന്നു. അത് 8 ആയി കേൾക്കുന്നു അല്ലേ? അതിൽ 4 കോടി സ്പോൺസർഷിപ്പ് വഴി എന്നാണ് പറയുന്നത്. അത് 8 കടന്നു പോകുമെന്നാണ് പറയുന്നത്. 8 കടന്നു പോകും. 8 കടന്ന തുക വരുമെന്നാണ് പറയുന്നത്. ഫൈനൽ റിപ്പോർട്ട് ആയിട്ടില്ല. അതിലും കടന്നു പോയി. ഇപ്പൊ ദേവസ്വം ബോർഡ് മാഷ് പറയുന്ന ഒരു കാര്യം ശരിയാണ്. അവരുടെ റിപ്പോർട്ട്, ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് ചിലപ്പോൾ അവർ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പാതി വെന്ത റിപ്പോർട്ടാണെന്നൊക്കെയുള്ള ചില കമന്റുകളൊക്കെ വരുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. അവരുടെ ഒരു ഓഡിറ്റ് ഉണ്ടാവും ഇത്തരം കാര്യങ്ങളിൽ. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെ വിശ്വസനീയമായ ഒരു ഓഡിറ്റിംഗ് സ്ഥാപനമാണ് തിരുവനന്തപുരത്തേത്. അങ്ങനെ അവരെ നമ്മൾ വിശ്വസിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അവര് പറയുന്നത് വളരെ ഈ 8 മുകളിലേക്കൊക്കെ പോകുന്നതാണ്. 8 മുകളിലേക്ക് ഒരു പക്ഷെങ്കിൽ ഇത് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ 4 കോടി രൂപയാണ് 4 കോടി രൂപയാണ് ഇപ്പൊ കിട്ടിയെന്ന് പറയുന്നത്. അതിൽ തന്നെ 2 സ്പോൺസർമാര് മാത്രമേ രംഗത്ത് കാണുന്നുള്ളൂ. നമ്മൾ റിപ്പോർട്ടിൽ കാണുന്ന 2 സ്പോൺസർമാരാണ്. ഒന്ന് ധനലക്ഷ്മി ബാങ്കാണ്. ധനലക്ഷ്മി ബാങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് മുഴുവൻ കൈകാര്യം ഇട്ടിരിക്കുന്നത് അവിടെയാണ്. ഏറ്റവും കൂടുതൽ തുക കൈകാര്യം ചെയ്യുന്നത് ധനലക്ഷ്മി ബാങ്കാണ്. സ്വാഭാവികമായിട്ട് അവർ 2 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നു. മറ്റൊന്ന് കേരള ബാങ്കാണ്. അത് CPM നിയന്ത്രണത്തിലാണ്. ഇപ്പൊ അത് CPM നിയന്ത്രണ സഹകരണ ബാങ്കിലെ ഒരു അപ്പെക്സ് ബോഡിയാണല്ലോ. അത് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള പിന്നെ ബാങ്കാണ്. അവർ 1 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ കുറച്ച് സഹകരണ ഇൻട്രസ്റ്റുകളും മറ്റൊക്കെ ചേർന്നിട്ടാണ് ഈ 4 കോടി എന്ന് പറയുന്നത്. ഇതിനിടയിൽ അദാനി കടന്നു വരുന്നുണ്ട്. അദാനിയുടെ റോൾ വരുന്നുണ്ട്. ഗൗതം അദാനിയുടെ 1 കോടി രൂപ അവർ കൊടുത്തിരുന്നതായിട്ട് പറയുന്നു. പക്ഷെ അത് രേഖകളിൽ വന്നിട്ടില്ല. ആ ഫണ്ട്, ആ 1 കോടി രൂപ എങ്ങോട്ടാണ് മാറിപ്പോയെന്നുള്ളതിനെ കുറിച്ചും വളരെ വ്യക്തത വന്നിട്ടില്ല. എങ്ങോട്ടാണ്, ഏത് അക്കൗണ്ടിലേക്കാണ് അത് പോയെന്നുള്ളത്. ചുരുക്കത്തില് ഏതാണ്ട് 3 കോടി രൂപയുടെ ഔദ്യോഗിക കണക്കും പിന്നെ ഈ പറയുന്ന പലിശ കണക്കുമാണ്. അങ്ങനെയാണ് 4 കോടി എന്ന് പറയുന്നത്. അതില് 2 കോടി രൂപ, അതിന് പുറമെ വന്ന 2 കോടി രൂപയാണ് ദേവസ്വം ഈ പറയുന്ന സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഒരിക്കലും സർപ്ലസ് ഫണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. അതിനകത്ത് വളരെ വ്യക്തമായ വ്യവസ്ഥയുണ്ട്. വളരെ തിരുവിതാംകൂർ അടിയന്തര ആവശ്യത്തിനുള്ളതല്ലേ സർപ്ലസ് ഫണ്ട്? അടിയന്തര ആവശ്യത്തിനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1200-ഓളം ക്ഷേത്രങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കേണ്ട ഫണ്ടാണത്. അതിൽ നിന്ന് എടുത്തപ്പോൾ അന്ന് പറഞ്ഞ ന്യായം, കോടതിയോടെ പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പെട്ടെന്ന് തിരിച്ചടച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് പറ്റുന്നില്ല? സംഭവിച്ചിട്ടില്ല. ആ തുക വരുന്നില്ല. അവിടെയാണ് പോറ്റിയുടെ റോള് ഞാൻ പറഞ്ഞത്. പോറ്റിയുടെ റോള്, പോറ്റി ചില സ്പോൺസർമാരെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയിരുന്നെന്നാണ് പറയുന്നത്. ഇതിന് ഉള്ള പൈസ, കോടിക്കണക്കിന് രൂപയുടെ ചില സ്പോൺസർമാരെ പോറ്റി കണ്ടെത്തിയിരുന്നു. ചില ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികള് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില വാർത്തകൾ അന്ന് വരുന്നുണ്ടായിരുന്നു, ചില സൂചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ആരാ പോയെന്നറിഞ്ഞുകൂടാ. അവരൊക്കെ ബാംഗ്ലൂരിലേക്ക് പോറ്റിയോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് വന്ന ചില വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ കേൾക്കുന്നത്. ആധികാരികമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പോറ്റി ബാംഗ്ലൂരിൽ നിന്ന് സ്പോൺസർമാർ വഴി പണം സംഘടിപ്പിച്ചു തരാം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ സംഗമത്തിലേക്ക് പോയെന്നാണ് തോന്നുന്നത്. പക്ഷേ പോറ്റി കാലുമാറി എന്ന് വെച്ചാൽ വേറെ കാരണങ്ങളാണ്. പോറ്റി കാലുമാറി വെച്ചാല് ഈ ദ്വാരപാലകപ്പാളി വിഷയമായിട്ടാണെന്ന് തോന്നുന്നു, ബോർഡുമായിട്ട് തെറ്റുന്നെന്ന് തോന്നുന്നു. അങ്ങനെ പോറ്റി കാലുമാറി പണമില്ല ഇവിടെ, ബാക്കി തുക കൊടുക്കാനില്ല. അപ്പൊ ആണ് ദേവസ്വത്തിന്റെ ഫണ്ട്. ദേവസ്വത്തിന് എടുത്ത 2 കോടി രൂപ തിരിച്ചടയ്ക്കണമല്ലോ. അതിനാരും ഉത്തരവാദിത്തം വരും. അത്തരം കാര്യങ്ങളാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഇപ്പൊ സമാധാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന്റെ ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയും അവരുടെ അനുബന്ധമായ സ്ഥാപനങ്ങളുമായിരുന്നു ഇതിന്റെ മറ്റ് ഈവന്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് സ്മൃതി പറഞ്ഞതുപോലെ അവർക്ക് ടെൻഡർ ഇല്ലാതാണ് കൊടുത്തത്. അത് തന്നെ തെറ്റായൊരു നടപടിയാണെന്നാണ്
ഈ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. അവർക്ക് 10% അധിക തുക വെച്ചിട്ടാണ് അവർക്ക് കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ തുകയുടെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അവർ 7 കോടി രൂപ ക്ലെയിം ചെയ്യാണ്. നിലവിൽ അവരുടെ ക്ലെയിം 7 കോടി രൂപയാണെന്നാണ് തോന്നുന്നത്. അതെന്ത് ചെയ്യും? അതിനുള്ള പൈസ എവിടെ നിന്ന് എടുക്കും? അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ 17-ാം തീയതി ഊരാളുങ്കൽ സൊസൈറ്റിയെയും ഈ ഓഡിറ്റ് സ്ഥാപനത്തെയും വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവർ പറയുന്ന ഒരു എവിഡൻസും ഇല്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായ ഒരു ഓഡിറ്ററുടെ മുമ്പിലേക്ക് തെളിവുകൾ കൊടുക്കണ്ടേ? എന്തെല്ലാം ചെലവുകൾ വന്നു, ഏതെല്ലാം അക്കൗണ്ടിലേക്ക് അത് പോയി, അത് സംബന്ധിച്ച മെത്ത അടക്കമുള്ള കാര്യങ്ങളിലും കണക്കുകളിലൊക്കെ പ്രശ്നമുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്. ഭക്ഷണ കാര്യത്തിൽ പോലും പ്രശ്നമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ചെമ്പുപാളി എന്ന് തെളിയിച്ച ശ്രീ മുരാരി ബാബുവിനായിരുന്നു സദ്യയുടെ ചുമതല. സദ്യയുടെ ചുമതല മുരാരി ബാബുവിനായിരുന്നു. നമ്മൾ കണ്ടല്ലോ, മുഖ്യമന്ത്രി അവിടെ നിന്ന് പ്രസംഗിച്ചത് പോയതിനു ശേഷം ആ പന്തലിൽ എത്ര പേരുണ്ടായിരുന്നു? 3 സെഷനുകളായിട്ട് തന്നെ 3 സെഷനാണ് അവിടെ നടന്നത് അല്ലേ? 3 സെഷനായിട്ട് എത്ര പേര് അവിടെ പങ്കെടുത്തിരുന്നു? ഒരു 500 പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ആരൊക്കെയാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്? ഒരുപാട് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ധാരാളമുണ്ട്. വിദേശത്തു നിന്ന് ഏതാണ്ട് 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞ യോഗം സംഗമമാണെന്ന് ആലോചിച്ച് നോക്കണം. 500 പേര് പോലും ഉണ്ടായിരുന്നില്ല കേൾക്കാനായിട്ടുള്ളത്. ഒന്നാമത് ഈ പമ്പ എന്ന് തെരഞ്ഞെടുത്തത് തന്നെ ശരിയല്ല. കാരണം ശബരിമല ഒരു വനക്ഷേത്രമാണ്. ഈ വനക്ഷേത്ര പരിധിക്കകത്ത് കൊണ്ടുപോയിട്ട് ഇത്തരം ഒരു കാര്യങ്ങൾ വിദേശത്തു നിന്നുള്ള ആളുകളെ, വിമാനങ്ങളിലൊക്കെ വരുന്ന ആളുകളെ കൊണ്ടുപോയി വനക്ഷേത്രത്തിലേക്ക് എത്തിക്കുക, അവർക്ക് അവിടെ താമസ സൗകര്യം കൊടുക്കുക, ഇതൊക്കെ തന്നെ ഇരട്ടിയോ 3 ഇരട്ടി ചെലവുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് അന്ന് കുറെ ആളുകളൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അത് കേട്ടില്ല. പമ്പയിൽ തന്നെ വേണം, ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഞാൻ പറഞ്ഞത് ഭക്ഷണ ചെലവില് അതുകൊണ്ടൊക്കെയാണ് ആ പങ്കാളിത്തം കുറയാൻ കാരണം. ഈ പങ്കാളിത്തത്തിൽ മുരാരി ബാബു എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഭക്ഷണത്തിന്റെ ചെലവ് അദ്ദേഹം ഹരിപ്പാടല്ലേ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാണ്. എല്ലാ കാര്യങ്ങളിലും മുരാരി ബാബുവിടെ ചെല്ലും കേട്ടോ. തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തി കൊടുക്കാൻ പുള്ളി നല്ല മിടുക്കനാണ്. ചെമ്പെന്ന് എഴുതിയ വിദഗ്ധനാണല്ലോ, ചെമ്പ് പാളി എന്ന് എഴുതിയ വിദഗ്ധനുമാണല്ലോ അദ്ദേഹം. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് 5000 പേര് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് 150 രൂപയാണ് ആവറേജ് ചെലവ് പറയുന്നത്. 150 രൂപ ചെലവ് പ്രകാരം 5000 പേര് ഭക്ഷണം കഴിച്ചു. കണക്ക് എവിടെ പോകുന്നെന്ന് അറിയാമല്ലോ. രാത്രിയില് ഇതിനു പുറമെ രാത്രിയില് 4100 4200 പേര് കഴിച്ചെന്നാണ് പറയുന്നത്. അതിന് 150 രൂപയാണ് ചെലവ് വീഴുന്നത്. ആലോചിച്ച് നോക്കുക. രാത്രിയിൽ അവിടെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ അവിടെ ഉള്ള സംഘാടകരോ ഈ പറയുന്ന അവിടെ പന്തല് ഒക്കെ ഉണ്ടായി, ജർമ്മൻ പന്തലും ഒക്കെ കിട്ടിയ ആളുകളോ അവിടെ നിന്നിരിക്കുന്ന ആരും മൈക്ക് സെറ്റുകാരനോ അങ്ങനെയൊക്കെയുള്ളവർ പലരും കഴിച്ചു കാണുമായിരിക്കും. കൃത്യമായിട്ട് കണക്കൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ പൊതുവെ അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ പ്രകാരം വളരെ മിനിമം ആളുകളാണ്. മിനിമമാണ് ഒരു 100-200 പേരെ ഭക്ഷണം കഴിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അവിടെ 4100 പേരുടെ ബില്ലാണ് പോയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇവിടെ ചെന്നേക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംശയകരമായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അക്കോമഡേഷനാണ്. അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സർക്കാർ ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ചുമതല മാത്രമേ സർക്കാരിനുള്ളൂ. അല്ലാതെ ഈ ആഗോള സംഘവുമായിട്ട് സർക്കാരിന് ഒരു ബന്ധവുമില്ല. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദേവസ്വം മന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 37 ലക്ഷം രൂപയുടെ ബില്ല്, ഹോട്ടൽ ബില്ല് വന്നിരിക്കുന്നത്, അത് കുമരകം 5 സ്റ്റാർ ഹോട്ടലുകളുടെ ബില്ലുകളാണ് വന്നിരിക്കുന്നത്. ആ ബില്ലുകൾ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ബില്ല് വന്നിരിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? സർക്കാരിന് ബന്ധമില്ലെങ്കിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ 37 ലക്ഷം രൂപയുടെ ബില്ല് വരാനുള്ള സാധ്യത എന്താണ്? അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിലും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ മൂന്നാറിലൊരു ഹോട്ടല്, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, മൂന്നാറിലെ, അത് റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ളതല്ല, മൂന്നാറിലെ ഒരു 5 സ്റ്റാർ ആണെന്ന് എനിക്ക് തോന്നുന്നു, അതോ 4 സ്റ്റാർ ആണോ, ഹോട്ടലിന്റെ ബില്ല് വന്നിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിലാണ്. 25,000 രൂപയുടെ മറ്റൊരു ബില്ലും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെന്റ്, ഇവരുടെ എല്ലാം ഇടപാടുകളൊക്കെ അവിടെ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട് ഇതിനകത്ത്. ഇതൊക്കെയാണ് സംശയത്തിന് ഇട കൊടുക്കുന്നത്. വളരെ കൃത്യമായ സംശയത്തിന് ഇട കൊടുക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇതിനെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് അന്വേഷിക്കണം. വളരെ കൗതുകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കലാപരിപാടി നടത്തിയെന്നാണ്. കലാപരിപാടികളുടെ ചെലവ് 8 ലക്ഷം രൂപയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. 8 ലക്ഷം രൂപയ്ക്ക് അവിടെ കലാപരിപാടി നടത്തിയെന്നാണ്. അവിടെ എന്തോ ചെറിയ ഗാനമേളയോ ഭജനയോ എന്തൊക്കെയോ ഒന്നൊരു ചെറിയ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതില് പരിപാടി കഴിഞ്ഞ് പോയ കുട്ടികൾക്ക് എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ എന്തോ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ഒരു ആധികാരികത പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തോ ഒരു ചെറിയ പരിപാടിയൊക്കെ അവിടെ നടന്നിരുന്നു. പക്ഷെ അതിന് 8 ലക്ഷം രൂപയാണ് കലാപരിപാടിക്ക് എഴുതിയിരിക്കുന്നത്. ഇതിന് വൗച്ചർ ചോദിക്കുന്നുണ്ട്. ഈ ഓഡിറ്റർ സ്ഥാപനം വൗച്ചർ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ പറയുന്നത്
2 ലക്ഷം രൂപയുടെ വൗച്ചറുകളെ ഹാജരാക്കാൻ കഴിയുന്നുള്ളൂ. 2 ലക്ഷം രൂപയുടെ വൗച്ചറുകളേ ഉള്ളൂ. ബാക്കി 6 ലക്ഷം രൂപ അതെങ്ങും കലാപരിപാടിക്ക് പോയി എന്നുള്ളതാണ്. അതാണ് ഈ ഭജനയും ഇതും അല്ലാതെ മറ്റെന്തെങ്കിലും കലാപരിപാടികൾ അവിടെ നടന്നോ? അതൊക്കെയാണ് ഇപ്പൊ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ അതാണ് പറയുന്നത്. ഗവൺമെന്റ് പിന്നെ കോടതിയും ഒക്കെ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം വരുന്ന സൂചനകളൊക്കെ അങ്ങനെയാണ്. ഇതിനകത്ത് സർവത്ര കൊള്ളയാണ്. ഒരു കാര്യങ്ങളിലും രേഖ വരുന്നില്ല. ഇതൊക്കെ ദേവസ്വം ബോർഡ് ഇതൊക്കെ തന്നെ എടുത്തു ചോദിച്ചിരിക്കുന്നു. വൈകാതെ 10 ദിവസത്തിനകം ആ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതിൽ ദേവസ്വം ബോർഡ് പറയുന്നത് നിർണായകവുമാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, അതിനോടുള്ള CPM-ന്റെ പ്രതികരണം, അങ്ങയുടെ പ്രതികരണം എന്താണ്? ഇതിനകത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്ത അനൂപ് പറഞ്ഞ ഒരു കാര്യത്തിന് പിന്തുണ പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറയാം. കാരണം 45 മിനിറ്റ് സമയമായി, ഇനി ഒരു 10-15 മിനിറ്റ് മാത്രമാണ് കിട്ടുന്നത്. ബാക്കി 3 പ്രതിനിധികളും അവരുടെ വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ തട്ടിപ്പിനെ പറ്റിയൊന്നും അല്ല പറഞ്ഞത്. അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടകളാണ് ഈ ചർച്ചയിൽ അവതരിപ്പിച്ചതെല്ലാം തന്നെ. നമ്മൾ 2-3 കാര്യങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ശ്രീ രാജഗോപാൽ സാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് കൊണ്ട് ഞാനിതിന്റെ മറ്റൊരു തലമാണ് പറയുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ കൂടി, അതിന്റെ നടത്തിപ്പിൽ കൂടി 4 കൂട്ടരെയാണ് ദേവസ്വം ബോർഡും കേരളത്തിലെ മന്ത്രിസഭയും പറ്റിച്ചത്. 1 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, 2 ശബരിമല ധർമ്മശാസ്താവ്, 3 ഈ കേരളത്തിലെയും ലോകത്തുമുള്ള അയ്യപ്പ ധർമ്മ വിശ്വാസികൾ, 4 കേരള നിയമസഭ. ഈ 4 കൂട്ടരെയും തന്ത്രപൂർവ്വമായി പറ്റിക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല എന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പലതവണയും പ്രസ്താവിച്ചിട്ടുണ്ട്. വളരെ കാലമായിട്ടുള്ള ഞങ്ങളുടെ ആലോചനയുടെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമം നടത്തുകയും കേരളത്തിലെ എല്ലാ മന്ത്രിമാരും, ചീഫ് സെക്രട്ടറിയും, ദേവസ്വം ബോർഡ് മെമ്പർമാരും, പ്രസിഡന്റും ഒക്കെ സ്വാഗത സംഘത്തിന്റെ ഭാഗവാക്കുകളായി മാറിയ ഈ അയ്യപ്പ സംഗമം 8 കോടി രൂപയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നടത്താൻ ഉദ്ദേശിച്ചത്. 8 കോടി രൂപ മുടക്കി നടത്തിയ ഈ സംഗമത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം വെറും 500 മാത്രമാണ്. ഒരു ദിവസത്തേക്ക് മാത്രമായി നടത്തിയ ഈ സംഗമത്തിൽ 8 കോടിയെ 500 കൊണ്ട് ഹരിക്കുമ്പോൾ ആർക്കും കണ്ടെത്താവുന്ന ഒരു തുകയാണ് 1,60,000 രൂപ. എന്ന് പറഞ്ഞാൽ ഈ ആഗോള തട്ടിപ്പ് സംഗമത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധിക്ക് വേണ്ടി ചെലവാക്കിയ തുക എന്ന് പറയുന്നത് 1,60,000 രൂപയാണ്. അതിനകത്തെ മേജർ പോർഷൻ തുകയും ഈ നമുക്കറിയാം കുമരകത്തെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ കരിമീനും കള്ളും കുടിച്ച് കിടന്ന ഈ പ്രതിനിധികളുടെ താമസത്തിന് വേണ്ടി 35-40 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ ശബരിമല ശാസ്താ ക്ഷേത്രത്തിൽ കാണിക്കയായിട്ട എത്ര രൂപ കള്ളു കുടിക്കാനും കരിമീനും വേണ്ടി വിനിയോഗിച്ചു എന്ന് നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രിയും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫണ്ട് റൈസർ എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള വാസവൻ എന്ന് പറയുന്ന ആള്. ഇവരൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് 8 കോടി രൂപ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നിടത്ത് ഒരു സംശയം നിഴലിക്കുകയാണ്. കാരണം CPM എന്ന് പറയുന്ന പ്രസ്ഥാനം രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിക്കാൻ സാധ്യതയുള്ള അല്ലെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം 8 കോടി രൂപയ്ക്ക് പകരം ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അവരെ 80 കോടി രൂപ പിരിച്ചു കാണുമെന്നുള്ളത് വാസ്തവമാണ്. ഇതിനകത്ത് കേരള ബാങ്കും ധനലക്ഷ്മി ബാങ്കും ദേവസ്വത്തിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും കൂട്ടുപിടിക്കുകയും ദേവസ്വത്തിലെ പ്രമുഖരായ വ്യക്തികൾക്കും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പ്രസിഡന്റുമാരുടെയും മക്കൾക്കും കൊച്ചുമക്കൾക്കും അനന്തരവർക്കും ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ധനലക്ഷ്മി ബാങ്ക്. കേരള ബാങ്ക് എന്ന് പറയുന്നത് വാസവന്റെ സ്വന്തം നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. ഇവരുടെ 2 പേരുടെ കണക്ക് മാത്രമാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് വേറെ എത്രയോ സ്പോൺസർമാർ കാണും. പ്രകാശൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടിമരത്തിന് വേണ്ടി സംഭാവന കൊടുത്ത പല വ്യക്തികളുടെ പേരുകൾ ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ബാക്കി സ്പോൺസർമാർ കൊടുത്ത പൈസയൊന്നും വരവ് വെക്കാതെയുള്ള ഒരു തട്ടിപ്പാണ് നടന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ രാജഗോപാൽ സാർ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. കാരണം ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഗമവുമായി ബന്ധപ്പെട്ട ആദ്യകാലത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹവും മുരാരി ബാബുവും പ്രശാന്തുമായിട്ടുള്ള ഒരു ഐക്യത്തിന്റെ ഭാഗമായിട്ട് എത്തിയ ധാരണ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഞാൻ സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ടുവരാം, അങ്ങനെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമുക്ക് വീതം വെക്കേണ്ട തുക ഇത്ര അനുപാതത്തിലാണ് എന്നുള്ള ധാരണ അവരൊക്കെ തമ്മിൽ പരസ്പരം ഉണ്ടാക്കി. അതിനുശേഷം ഏതോ കാരണത്താൽ ഇവരൊക്കെ തമ്മിൽ പിണങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായ സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്ന് ഈ കട്ടിളപ്പാളി അല്ലെ ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങിനെ പറ്റിയുള്ള വാർത്ത പുറത്തു വന്നത്. ഈ പിണക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പുറകിലോട്ട് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയത്. അതേ തുടർന്നാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പ്രതിദിനം ഉണ്ടായി
ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങളുടെ ചാനൽ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്, സെപ്റ്റംബർ മാസത്തിലെ ഈ വിവാദത്തിന് ശേഷം ശബരിമലയിലെ 6 or 7 പ്രധാനപ്പെട്ട കൊള്ളകളുടെ ഓരോ നാൾ വഴികളെ പറ്റി പറഞ്ഞു. പ്രകാശൻ മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചുണ്ടല്ലോ, ഈ ആഴ്ചയിലെ പ്രധാന കൊള്ള കൊടിമരക്കൊള്ളയാണ്, അതുകൊണ്ട് ആ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്, ഈ വിഷയമല്ല ചർച്ച ചെയ്യേണ്ടതാണ് പ്രകാശൻ മാസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായത്. അന്നേരം ഓരോരോ ആഴ്ചയും ഓരോ എപ്പിസോഡായിട്ട് ഓരോ കൊള്ളകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അടുത്തതായിട്ട് ഇതിനകത്തെ ഈ ഫണ്ട് വെട്ടിപ്പ് എന്ന് പറഞ്ഞത്, ഇതിനകത്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്കും അതുപോലെ തന്നെ CPM നേതൃത്വത്തിനും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സംഗമം നടത്തിയെന്ന് ഇതിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയെ പറ്റി പ്രകാശൻ മാസ്റ്റർ സൂചിപ്പിച്ച എന്താണ്? അക്രഡിറ്റഡ് സൊസൈറ്റിയാണ്. അവർക്ക് ഏത് തോന്നിയവാസവും ഏത് കള്ളവും കാണിക്കാനുള്ള അക്രഡിറ്റേഷൻ ഉണ്ട്. 10% അധിക വിഹിതം കൊടുത്തുകൊണ്ട് ഏത് തോന്നിയവാസത്തിനും കൂട്ടുപിടിക്കാനുള്ള അധികാരവും ലൈസൻസും ഉള്ള ഒരു സ്ഥാപനമായി ഊരാളുങ്കൽ സൊസൈറ്റിയെ പാല് കൊടുത്ത് വളർത്തിയത് കേരളത്തിലെ CPM പ്രസ്ഥാനം തന്നെയാണ്. അതിന്റെ പ്രത്യുപകാരം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രബലനായ ഒരു വ്യക്തിയുടെ JCBയും ടിപ്പർ ലോറിയും ഒക്കെ ഓടുന്നതിനെ പറ്റി കുറെ നാളിന് മുമ്പ് നമ്മളുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അത് നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ആ ഒരു അവിഹിത ബന്ധം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് 8 കോടി രൂപ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കള്ളം തന്നെയാണ്. 8 കോടി രൂപയുടെ നഷ്ടമാണ് ഇതിനെപ്പറ്റി പറയുന്നതെങ്കിൽ തെറ്റാണ്. ഇതിന്റെ മറവിൽ 80 കോടി രൂപ കേരളത്തിലെ CPMഉം ഊരാളുങ്കൽ സൊസൈറ്റിയും പിരിച്ചിട്ടുണ്ട്. ആ കണക്കുകൾ കൃത്യമായ രീതിയിൽ പുറം ലോകത്ത് എത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു മാനദണ്ഡവും അവർ പാലിച്ചില്ല. ദേവസ്വത്തിന്റെ സർക്കാർ എന്തോ 80 കോടി എന്ന കണക്ക് 8 കോടി രൂപയുടെ കണക്ക് കറക്റ്റ് ആണല്ലോ. 7 കോടി ചില്ലുവാണൻ രൂപയുടെ ബഡ്ജറ്റാണ്. 7 കോടിക്ക് മുകളിലുള്ള തുകയുടെ കണക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ സൊസൈറ്റി ആദ്യമേ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് 8 കോടി രൂപയായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുമായി ബന്ധപ്പെട്ട് നിയമസഭയെ പോലും വാസവൻ കബളിപ്പിച്ചു എന്നുള്ള വാസ്തവം നമുക്ക് ശരി. ശ്രീ എം പ്രകാശൻ മറുപടി നൽകാം. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് പ്രതിരോധത്തിലായിരിക്കുമ്പോഴാണ് ഈ ആഗോള അയ്യപ്പ സംഗമം തുടക്കത്തിൽ ആദ്യം ആ പരിപാടിയാണല്ലോ തുടങ്ങുന്നത്. അത് തൊട്ട് തുടങ്ങുകയാണ് വിവാദം. ഇത് അയ്യപ്പന്റെ ശാപമാണ് എന്ന രൂപത്തിലൊക്കെ ചില ഭാഗത്തുള്ള പ്രതികരണങ്ങളും വരികയാണ്. ഈ ഘട്ടത്തിൽ ഇതിനൊരു വ്യക്തമായ തെളിവോടുകൂടിയുള്ള മറുപടിയല്ലേ നൽകേണ്ടത്? ഈ ചർച്ച തന്നെ യഥാർത്ഥത്തിൽ ഇരുട്ടുമുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തപ്പുന്ന പോലെയാണ്. കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിന് മേലെ കോടതിക്ക് സംശയമുണ്ട്. അതിനെപ്പറ്റി പറയേണ്ടത് ആധികാരികമായിട്ട് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് 17-ന് ആ കാര്യങ്ങളെല്ലാം പറയും. അതിന് മേലെ എന്തെങ്കിലും അന്യായം ഉണ്ടെങ്കിൽ കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിന് പകരം റിപ്പോർട്ടർ ആ കാര്യത്തെ പറ്റി വിചാരണ നടത്തേണ്ട യാതൊരു കാര്യമില്ല. അതെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ ചർച്ചയെ പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ചയിൽ ഇപ്പോൾ സ്മൃതി അടക്കം 4 പേരാണല്ലോ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരാളാണ് ഞാൻ, എനിക്ക് 30 മിനിറ്റ് തരണം. 16 മിനിറ്റ് തന്നതിൽ 4 മിനിറ്റ് പിന്നെ സ്മൃതി കൊണ്ടുപോയതാണ്. എനിക്ക് 30 മിനിറ്റ് തരണം. കാരണം 4 പേര്, സ്മൃതി അടക്കം 4 പേര് നിന്നിട്ട് ചർച്ച നടത്തുകയാണല്ലോ. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കാര്യം കിട്ടുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച. ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ 27 ഹിന്ദു സംഘടനകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ആർക്കത് നിഷേധിക്കാൻ വേണ്ടി കഴിയുക? 4126 പേർ പങ്കെടുത്തുവെന്ന് കൃത്യമായ നിലക്ക് കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ദേവസ്വം ബോർഡുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി അങ്ങനെ പറയുന്ന പ്രശ്നമില്ല. ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന ഗവൺമെന്റ് അല്ലേ? ദേവസ്വം ബോർഡിനകത്തുള്ള ആളുകൾ നമ്മുടെ സഹാക്കളല്ലേ? പിന്നെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധമില്ല നിങ്ങൾ പറയേണ്ട കാര്യം എന്താ? പിന്നെ അഴിമതിയെ പറ്റിയൊന്നും കോൺഗ്രസ്സുകാരൊന്നും പറയേണ്ട കേട്ടാ. ഉമ്മൻചാണ്ടി അഴിമതി ആരോപണം ഒറ്റ മന്ത്രിയുടെ പേര് പറ. ഇപ്പോ 10 കൊല്ലമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് ഭരിക്കുന്നത്. അഴിമതി ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരു മന്ത്രിയുടെ പേര് പറ. ഇതിൽ പിന്നെ അഴിമതിയെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിക്കാം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനും ആരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാൻ അറിയാം, ജനങ്ങളോട് കണക്ക് പറയാൻ അറിയാം. അതെല്ലാം ബോധ്യപ്പെടുത്തുന്നതിന് യാതൊരു വിഷമവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ ശബരിമലയിൽ 10 കൊല്ലം മുമ്പുള്ള ആളാണ്. ഇപ്പോൾ അതിന് 10 ഇരട്ടി ആൾ വന്നിട്ടുണ്ട്. കൃത്യമായ നിലക്ക് പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, പരസ്യമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ളതായിരുന്നു. നിരവധി 10-16 പദ്ധതികൾ വെച്ചുകൊണ്ടുള്ള പ്രോജക്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബജറ്റിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും, ദേവസ്വം ബോർഡായിട്ട് ബന്ധമില്ല എന്നല്ല, ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും ഒന്നല്ല. അത് രണ്ടാണ്. അത് സമ്മതിക്കണം. ഇത് നടത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡാണ്, ഗവൺമെൻറ് അല്ല. അത് പറയുമ്പോൾ പിന്നെ ബന്ധമില്ല, ദേവസ്വം ബോർഡായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നതിന് എന്താ ന്യായമുള്ളത്? ഇവിടെ
വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് പറയും. അതിനുള്ള കരുത്ത് ദേവസ്വം ബോർഡിനുണ്ട്. ദേവസ്വം ബോർഡിന് നിലവിലുള്ള ചെയർമാൻ പറഞ്ഞല്ലോ 4 കോടി ഉറുപ്പിക കിട്ടിയിട്ടുണ്ട്, കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, കണക്ക് 17 പറയും. അത്രയും പറഞ്ഞാൽ പിന്നെ റിപ്പോർട്ടർ ബേജാറാവേണ്ട കാര്യം എന്താ? ഈ കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം പറയാൻ ഉത്തരവാദപ്പെട്ടവരല്ലേ ദേവസ്വം ബോർഡ്? 17-ാം തീയതി എന്ന് വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ ശ്രീ എം പ്രകാശൻ? 17-ാം തീയതി പൈസ കിട്ടാത്ത ഈ ഹോട്ടലിലെ പ്രതിനിധികളൊക്കെ വരുന്നു. അവരോടൊക്കെ നിങ്ങൾക്ക് എത്ര കിട്ടാനുണ്ട് എന്ന കണക്ക് ചോദിച്ചെടുക്കാനുള്ള ദിവസമാണ് 17-ാം തീയതി കേട്ടോ. വിധി വന്നിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതിഗുരുതരമായ കോടികൾ തട്ടിപ്പ് നടത്തിയ ഒരു കാര്യം സംബന്ധിച്ച് കോടതി പറഞ്ഞു ഈ ആഴ്ച. ആ കാര്യം സംബന്ധിച്ച് അത് അജയ് തറയിലും അതുപോലെ തന്നെ അന്നത്തെ കോൺഗ്രസ് നേതാവ് തൃപ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെയാണ് വിമർശിച്ചുകാരാണെന്ന് അജയ് തറയിൽ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പോറ്റിയെ കൊണ്ടുവന്ന് 2006 ഞങ്ങളുടെ ഗവൺമെന്റ് ആണ്, ഞങ്ങളുടെ ബോർഡിലെപ്പോഴാണ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതേ റിപ്പോർട്ടിൽ തന്നെ നിങ്ങളുടെ ചാനലല്ലേ സമ്മതിച്ചത്. പക്ഷെ നിങ്ങളത് പറയില്ല. കാരണം നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് അത് പറഞ്ഞ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്നത് സ്മൃതി, കാര്യങ്ങളെ സത്യസന്ധമായി കാണണം. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം ജനങ്ങളെ അറിയിക്കാനാണ്, ന്യായത്തെ കുറിച്ച് ആളുകൾ ബോധ്യപ്പെടുത്താനാണ്. അല്ലാതെ നിങ്ങളുടെ വേർഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കാനല്ല. ഹൈക്കോടതിയിൽ ഈ പറയുന്ന കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട്, അതിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ശ്രീ എം പ്രകാശൻ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കോടതി ഇവിടെ ഗവൺമെന്റിന് വാദം പറയാൻ വേണ്ടിട്ട് ഒരാള് സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ സർക്കാരിനെതിരെ വിമർശനങ്ങളുള്ളവർ ഒന്നിലധികം ഉണ്ടാകുമെന്നേ. അതിന് വേറെ ആരെങ്കിലും സപ്പോർട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് ഏത് സർക്കാർ ആയാലും അങ്ങനെയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയും. ഈ കേസിനകത്ത് ഞങ്ങളുടെ നിലപാട് അയ്യപ്പന്റെ ക്ഷേത്രത്തെ പരിപാവനമായിട്ട് അതിനെ നിലനിർത്താനും അത് കൈകാര്യം ചെയ്യാനും ഗവൺമെന്റിനാണ് ഏൽപ്പിച്ചിരിക്കുന്ന ജനം, അയ്യഭക്തന്മാരടക്കമുള്ള കേരളത്തിലെ ജനം, അല്ലാതെ കോൺഗ്രസിനെയോ UDF-നെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. കൃത്യമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്താൻ ബാധ്യതയുണ്ട്. ഞങ്ങൾ അക്കാര്യം കൃത്യമായി നിർവഹിച്ചിരിക്കും, ജനങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കും. പിന്നെ കിട്ടുന്ന നുറുകുകൾ വെച്ചുകൊണ്ട് ഞങ്ങളെ ഓരോ ദിവസം 45 ദിവസം പിന്നിട്ട് 144-ാം ദിവസം കൊടുത്ത റിപ്പോർട്ടും പാതി വെന്തതാണെന്നാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇനി മുഴുവൻ വെന്ത റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യാം. 10 ദിവസത്തിന് ശേഷം മുഴുവൻ വെന്ത റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 8 കോടിയുടെ കണക്ക് വിശദമായി പറയുമെന്ന് പ്രതീക്ഷിക്കാം. എന്തെല്ലാം ആക്രോശിച്ചാലും അതിലൊന്നും യാതൊരു നിലക്കുള്ള ബേജാറില്ല. അതെല്ലാം കൃത്യമായ നിലക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിലെല്ലാമുള്ള കരുത്ത് LDF-ന്റെ ഗവൺമെന്റിനോട്. കാരണം ഞങ്ങൾക്കറിയാം ജനങ്ങളാണ് യജമാനന്മാർ, അവരെയാണ് കാര്യം ബോധ്യപ്പെടുത്തേണ്ടത്. അവരെ കാര്യം ബോധ്യപ്പെടുന്നതിന് സംവിധാനമാണല്ലോ ഇതൊക്കെ. ഈ ചർച്ചകളൊക്കെ അതിനുള്ള സംവിധാനം തന്നെയാണ് ശ്രീ എം പ്രകാശൻ. നിങ്ങൾ എങ്ങനെയെല്ലാം ഈ ചർച്ചകളൊക്കെ ജനങ്ങളാണല്ലോ കാണുന്നത് വേണ്ടി പോകുന്നില്ല. ഇവിടെ ഇപ്പോ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, പോറ്റിയെ കൊണ്ടുവന്നത് ആക്ഷേപം ഞങ്ങൾക്കെതിരായിട്ടല്ലേ, എന്തോ ദ്വാരപാത കാണുന്നത്. പക്ഷേ എന്താ പിന്നീട് ബോധ്യം വന്നത്? ഇവിടെ ഇപ്പോ വാജി ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. പക്ഷേ പിടിച്ചു, വാജി ശില്പം പിടിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. ശരി, നമുക്ക് എല്ലാ കാര്യങ്ങളും വിഷയമാണ്. അകത്ത് കിടക്കുന്ന തന്ത്രിയും അകത്ത് കിടക്കുന്ന പത്മകുമാറും പുറത്തിറങ്ങിയ എൻവാസും പുറത്തിറങ്ങിയ പോറ്റിയും ഒക്കെ തന്നെ നമ്മൾ ഒരുപോലെ ചർച്ച ചെയ്യും ശ്രീ എം പ്രകാശൻ. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങീ പറഞ്ഞ 10 ദിവസത്തിനകമുള്ള പൂർണ്ണമായ റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യാം. സമയം കഴിഞ്ഞു. ശരി, വളരെ നന്ദി. പാർട്ടിക്കാരെന്നുള്ളതല്ല, പ്രതിയാണോ എന്നുള്ളതാണ് വിഷയം. ശരി, വളരെ ആണെങ്കിൽ അവർക്കെതിരാണ് CPM, അവർക്കെതിരാണ് ഗവൺമെന്റ്, അവർക്കെതിരായ നടപടി ഉണ്ടാവും. ശരി, വളരെ നന്ദി ശ്രീ എം പ്രകാശൻ. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് PR അനൂപ്, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ശ്രീ TK രാജഗോപാൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.